നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി കണ്ടാലോ? അപ്പൊ അതിന്റെ പേര് കേട്ടാൽ നിങ്ങളൊന്ന് ഞെട്ടും. ബിന്ദി സുക്ക ബാജി എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതുണ്ടാക്കുന്ന നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് വെണ്ടയ്ക്കയാണ് കേട്ടോ. ഇത്തിരി അങ്ങ് ലാഗ് എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ സാമ്പാർ പീസിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുന്ന പോലത്തെ നമ്മുടെ വെണ്ടയ്ക്കയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. നുറുക്കി 3-4 കഷ്ണങ്ങളാക്കി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു പിടി വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ധാരാളം എടുക്കാം കേട്ടോ. അപ്പം അതെടുത്തിട്ടുണ്ട്. ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള വെണ്ടയ്ക്കയാണ്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഓയിലിൽ നിന്ന് ഈ വെണ്ടയ്ക്ക എടുത്ത് മാറ്റി വെക്കാം. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഓയിലിൽ നിന്ന് നമ്മുടെ വെണ്ടയ്ക്ക എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓയിൽ കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട് ഞാൻ കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ സവാള, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് അരക്കാനുള്ളതാണ്, അതുകൊണ്ട് ഒരുപാട് സോഫ്റ്റ് ആയിട്ട് ഇത് അരച്ച് നന്നായിട്ടൊന്നും ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഒരല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഏലക്ക ഒരെണ്ണ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുവപ്പട്ടയില്ലേ, അതും ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഫ്ലേവർ മുൻപന്തിയിൽ നിൽക്കാൻ പാടില്ല, അപ്പോൾ കുറച്ച് മാത്രം മതി അത്. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ്, നല്ല പഴുത്ത നല്ല തക്കാളി, ഒരു 1.5 തക്കാളി ഞാൻ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ആ ഒരു കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തക്കാളി എടുക്കുക. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് അരച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പാനിൽ തന്നെ ഞാൻ ഒരല്പം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞ ശേഷം ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ സവാള മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതൊരു ഒരുപാട് തിക്നെസ് ഉള്ള കറിയാണ്. ഒരു നല്ല രീതിയിൽ ഒഴുകിയ കറിയല്ല, ചാറ് പോലത്തെ കറികളല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തിക്നെസ് മനസ്സിലാക്കിയിട്ട് കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പ്രധാനമായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കസൂരി മേത്തി. നമ്മുടെ ഉലുവ ഇല ഉണക്കിയതാണ് ശരിക്കും. ഇത് ഒരു ഫ്ലേവർ ബോംബാണ് ശരിക്കും. ഇതിൻ്റെ ടേസ്റ്റാണ് നമുക്ക്, ഈ ഒരു കസൂരി മേത്തിയുടെ ടേസ്റ്റാണ് നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ കറിയിലേക്കുള്ള ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ്, ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വേറെ ഒരു ലെവൽ, ഒരു പ്രീമിയം ടേസ്റ്റ് ഇതിൽ നമുക്ക് കിട്ടും. നമുക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. വെജ് പുലാവിൻ്റെ ഒക്കെ കൂടെ നല്ല സൂപ്പറായിട്ട് പോകും കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പി വീഡിയോസും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസും ഒക്കെ എൻ്റെ ചാനലിലുണ്ട്. കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലോങ് വീഡിയോയിൽ ഞാനൊരു ഗിവ് അവേയും കൂടെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഗിവ് അവേ ഷോർട്ട് വീഡിയോയിൽ കഴിഞ്ഞതേ ഉള്ളൂ. അടുത്തൊരു ഗിവ് അവേ നമ്മുടെ ലോങ് വീഡിയോയിൽ വെക്കണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയോ അല്ലെങ്കിൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം.